ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റ് നടത്താനുണ്ട്. പൊല്യൂഷൻ ഫെയിൽഡ് ആണ്, അപ്പോൾ അത് പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ ചേർന്നുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഐസൊലേറ്റർ റേസ് ആവണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ ഉണ്ടോ പ്രോബ്ലം. സെൽഫ് മോട്ടർ നമ്മൾ പഴിച്ച് ചെക്ക് ചെയ്യായിരുന്നു. അതായത് സെൽഫ് മോട്ടർ മാറ്റിയിട്ടാൽ തന്നെയാണ് ഇതിൻ്റെ ഈ മോഡൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് ആവുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം ബ്രഷ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ബ്രഷ് മാറ്റിയിട്ടാൽ ഈ ആർമേച്ചറിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. സെൽഫ് മോട്ടർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. മറ്റേപ്പാട് സോൾഡർ ചെയ്ത് കയറ്റിയാലും നമുക്ക് 100% ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. സെൽഫ് മോട്ടറിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 2175 നമുക്ക് അതിന് കോസ്റ്റ് വരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സെൽഫിൻ്റെ സ്വിച്ച് പിടിപ്പിക്കുന്ന ഈ കവറുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ സെൽഫ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന സ്വിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതും ആ പാനൽ നമുക്കൊന്ന് മാറ്റിയിടണം. ആ പാനലിന് വരുമ്പോൾ നമുക്ക് ഈ 80 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം. പിന്നെ ആക്സിലേറ്റർ റേസിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേബിളിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ കേബിളൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. ആക്സിലേറ്റർ കാർബേറ്ററിനകത്ത് അതിൻ്റെ സ്ലോ സ്പീഡാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. അത് സ്ലോ സ്പീഡ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റണമെന്ന് വെച്ചാൽ സ്ലോ സ്പീഡ് കുറയ്ക്കുമ്പോൾ വണ്ടി കട്ട് ഓഫ് ആയി പോകും. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ സൈലൻസറിനകത്ത് നല്ല രീതിയിൽ കരിയുടെ പ്രസൻസ് ഉണ്ട്. അതായത് ക്രാങ്കിൻ്റെ കണക്ട് റോഡുമ്പോൾ കണക്ട് ചെയ്യുന്ന പിസ്റ്റൺ യൂണിറ്റാണ് അതിൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത്. പിസ്റ്റണും സിലിണ്ടറും കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി. അതിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ്ങിൻ്റെയും സൗണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റേസിങ്ങിൻ്റെ കേസ് തൽക്കാലം ഒന്നും ചെയ്യൽ നടക്കില്ല. ഓൾറെഡി ഓയിൽ കയറി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ചെയ്താലും അത് കറക്റ്റ് ആവില്ല. അത് കാരണം എന്ന് വെച്ചാൽ കംപ്രഷൻ ലീക്കേജ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലോ സ്പീഡ് നിൽക്കില്ല, അത് കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ തൽക്കാലം നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡി ആക്കണമെങ്കിൽ ആ സെൽഫ് മോട്ടർ മാറ്റി നമുക്കത് റെഡിയാക്കാം. ആ പാനലിൻ്റെ കേസ് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യുക. മറ്റേ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുക. ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.